ഇത് ഞാൻ ഫസ്റ്റ് വെള്ളം വെച്ചു, എന്നിട്ട് അതിനകത്ത് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് മറ്റേ എന്തോ ഒരു കറി വെച്ചു, എന്നിട്ട് അതിൻ്റെ മേലെ അരി ഇട്ടു. എന്നിട്ട് അതിൻ്റെ അടി അത് ഫ്രീസായ പിന്നെ അതിൻ്റെ അടിയിൽ ഇതിട്ടു, വെള്ളം ഒഴിച്ചു. അന്നേരം ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ഒരു ഡൈ കിട്ടിനി, അതുകൊണ്ടാണ് ഈ കളർ കിട്ടിയത്. എൻ്റെ അമ്മ, ഇതെന്തിനാ ഉപയോഗിക്കുക? അടി പണിക്കാനാ? തച്ച് പൊട്ടിച്ചിട്ട് ആ കാർ വെക്കുക. അതല്ല, ഇതെന്തിനാ പിള്ളേർക്ക് നീ പറഞ്ഞു കൊടുക്ക? കാർ ഇതാക്കാൻ വേണ്ടി എടുത്തത്. ഇതെന്തിനാ? അതിന്റെ ഉദ്ദേശം ഉണ്ടാവില്ല, ഒരു സാധനം ആക്കുന്നതിന്റെ ഉദ്ദേശമില്ലേ? എന്തിനാ ഇത്? അതാ പറഞ്ഞ അടിപണിക്കാൻ ഉപയോഗിക്കാം. അടിയൊന്നും കിട്ടാത്ത പിള്ളേരുണ്ടെങ്കിൽ വീട്ടുകാരെടുക്കുന്ന അടിപണിക്കാൻ നല്ല സാധനമായിട്ട്. വെറുതെ എന്തിന്റെ ആവശ്യമാണ്? നോക്കിയിരുന്നോ? എൻ്റെ പരസ്യം എന്നാ ഇത് ഏതൊരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമാണ്. വീട്ടിൽ ഒരു പണിയില്ലാത്തൊരു അല്ല, ഇതുപോലെ പിള്ളേർസ് ഉണ്ടോ? ഉപയോഗിക്കൂ ചൂരൽ കഷായം 3 നേരം. ചൂരൽ കഷായം നമുക്ക് കുറച്ച് നാളിനകത്ത് വെച്ച് നിർബന്ധമൊന്നുമില്ല, കുറച്ചാൾ കാറിനകത്ത് വെച്ച് തന്നെ ആയിരിക്കണം. അല്ല, കാറില്ലാത്തവരെ നമ്മൾ കാറ് മേടിച്ചിട്ട് വെക്കട്ടെ? അല്ല, ഇതാക്കാൻ വേണ്ടിയിട്ട് കാർ മേടിക്കേണ്ടി വരുവാ? ഞാൻ നിർബന്ധമില്ല. നിന്റെലും വീഡിയോ എടുക്കുന്ന എന്നെത്തല്ലാണ്. വെള്ളത്തിൽ മുക്കുക. വെള്ളത്തിൽ വെക്കുക. എന്നിട്ട് ഇത് കാറിൻ്റെ ടയറുണ്ടോ? ഈടെ ഐസ് എടുത്തോ. കാറ് കണ്ടു പറ. കാറ് കണ്ടു ഗൈസ്. നിധി കണ്ടു എന്നും പറയുന്നല്ലേ? ഏകദേശം നമ്മളെ നിധി തന്നെ. ഇത് ഈ ടിഷ്യൂ പേപ്പർ ഇല്ലേ, ഫസ്റ്റ് തന്നെ വെള്ളം നിറച്ചിട്ടാ വെച്ചേ, വെള്ളാക്കിയിട്ട്. അതുകൊണ്ട് എന്നാ ഗുണം? അതുകൊണ്ട് നല്ല തണുപ്പ്. പോരാത്തതിന് ഐസാക്കുമ്പോൾ നല്ല തണുപ്പ്. അല്ല, ടിഷ്യൂ പേപ്പർ എന്തിനായാലും മറ്റേ പൊതിഞ്ഞു വെക്കുന്നത് കുറച്ചും കൂടെ ഹാർഡാവാൻ. ഏത് ഹാർഡാൻ? ഇത് എടുക്കുന്നത് എന്നാലേ കുറച്ചും കൂടെ സമയം ഇങ്ങനെ പോകും. ശനിയാഴ്ച ഞായറാഴ്ച ആക്കിയിട്ട് അമ്മേന്റെയും അച്ഛൻ്റെ എല്ലാം കയ്യിൽ നിന്ന് തല്ല് വാങ്ങി. വീട് പിന്നെ തല്ലല്ല, ചവിട്ടാന്ന് കിട്ടാ പോകുന്നത്. എന്ത് വെറുതെ കളയുന്നതായാലും പ്രശ്നമില്ല, പക്ഷേ അതിനൊരു എയിം വേണം, ടാർഗറ്റ്. ഇതുകൊണ്ട് നീ എന്നാ പഠിച്ചത് അത് പറയണം, ഇല്ലെങ്കിൽ അടി ഇപ്പം കിട്ടും. ബാക്കിയുള്ളവർക്ക് മെസ്സേജ് ആയിക്കോട്ടെ, ഇമാര് വീട് കളിച്ചാലും അടി കിട്ടുന്നു. എന്തിനാ അറിയാ? ഇത് ബോറടിച്ചിരിക്കുമ്പം, ഒറ്റക്ക് വീട്ടിലിരിക്കുമ്പം, പ്രാന്താവുമ്പം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ്. വരാത്തതിന് പ്രാന്തില്ലാത്തവർക്കും ബോറടിക്കാത്തവർക്കും ഒറ്റക്കല്ലാത്തവർക്കും ആക്കാം. വീട്ടിൽ നിന്ന് തല്ലി കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല, ഇനി അങ്ങനെ ആക്കിക്കൂടാന്ന് മനസ്സിലാവുന്നത്. ഹോട്ട് വീൽസ് എല്ലാം കാണാൻ തുടങ്ങി. മോഡിഫൈഡ് കാറാ ഗൈസ്.
നിറച്ച് സ്റ്റിക്കറെല്ലാം ഉണ്ട്. MBD ഒന്നും മേടിച്ചു തന്നൊക്കെയല്ല, MBD എൻ്റെ കാറ് നോക്കിക്കൊണ്ട് പോകും. ഇതല്ലേ V6 എഞ്ചിനല്ല, V6 എഞ്ചിനല്ലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഒരു ദിവസം കണ്ടവർ ട്രോളും സബ്സ്ക്രൈബ് ചെയ്തല്ലേ, എങ്ങനെ നിന്നെ ബാൻ ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ട് അവർ ഫുൾ ടൈം നിൻ്റെ വീഡിയോ എല്ലാം കാണും. ഏത് മെയില് നിന്നെ ഫ്ലാഗ് ആക്കാം. ഇതിൽ ഞാനൊരു മോശം ചെയ്തേ. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. കാർ എടുത്തിടാ കാണിക്കറാ. ഞാൻ 3 കഷ്ണായ ഇത് എങ്ങനെയാണ് എന്നിട്ടിതാ ഇത് ഇവിടെ കൊടുക്കും. എന്നിട്ട് ഇതും എടുത്തിട്ട് ഇത് ഇങ്ങനെ വെക്കും. എൻ്റെ യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം അറിവ് നേടുന്നു. നീ സമയം കളി നടന്നു. ഫ്രണ്ടിലത്തെ പഴയ അവസാനം തന്നെയല്ലേ ഇത്. അതിന് ഞാൻ തുടക്കം കാണിച്ചിട്ടില്ലല്ലോ, അവസാനം അതേപോലെയല്ലേന്ന് പറയാൻ. കേട്ടോ. ഓക്കെ ബൈ. അടി പോയി മണി.